വെച്ച് അത് നമ്മുടെ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുമ്പോൾ പകരം ഒരു തൈ നടാൻ ചിന്തിക്കാത്തവരാണ് നമ്മളിൽ പലരും. വരും കാലത്ത് അത് പരിസ്ഥിതിക്ക് വലിയ ദോഷമുണ്ടാക്കിയേക്കാം. എന്നാൽ മനുഷ്യന്റെ അത്തരം മനോഭാവങ്ങളിൽ നിന്നും മാറി ചിന്തിച്ച ഒരു കുടുംബമുണ്ട്. വീട്ടുവളപ്പിലെ മരങ്ങളിൽ നിന്നുള്ള വിത്തുകളെ മുളപ്പിച്ച് തൈകളാക്കി ആവശ്യക്കാർക്ക് നൽകുകയാണ് ഇവിടെ. പ്രകൃതി സംരക്ഷണത്തിന്റെ വേറിട്ടൊരു മാതൃക തീർത്തിരിക്കുകയാണ് രാമനാട്ടുകരയിലെ അഡ്വക്കേറ്റ് ബാബു പട്ടത്താനവും കുടുംബവും. അവരുടെ വിശേഷങ്ങളിലേക്ക്. കൊറോണ കാലം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ധാരാളം സമയം കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ അവർ പലപ്പോഴും വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ഒരു എൻഗേജ്മെൻറ്റ് എന്നുള്ള നിലയ്ക്കാണ് ഈ പദ്ധതി ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഇവിടെ ഞങ്ങളെ വീടിൻ്റെ പിന്നിൽ ഒരു മഹാഗണിയുടെ മരമുണ്ട്. ഈ മഹാഗണിയിലെ മരത്തിൽ നിന്ന് വീഴുന്ന കായ്കൾ അപ്പുറത്തെ തൊടിയിൽ വീണ് കുറേ തൈകൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ തൈകൾ ഈ മഴക്കാലമായതുകൊണ്ടൊക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് ധാരാളം ഉണ്ടായി. അതാണ് ഒരു പ്രധാനമായിട്ട് ഇങ്ങനെ ഈ പദ്ധതിയിലേക്ക് തിരിയാൻ ഒരു കാരണമായത്. ഇത് മഹാഗണിയും മാവും പ്ലാവുമാണ് ഞങ്ങൾ സാധാരണയായിട്ട് കുഴിച്ചിടാറ്. അപ്പോൾ ഇത് 2 ദിവസം തണലത്ത് വെക്കണം, പിന്നെയാണ് വെയിലത്തേക്ക് വെക്കേണ്ടത്, എന്നാലേ അത് വളരുള്ളൂ. കുഴിച്ചിട്ട തൈയൊക്കെ ഇങ്ങനെ വളരുമ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷം വരാറുണ്ട്. 300-ലേറെ തൈകൾ ഞങ്ങൾ ഉണ്ടാക്കി. പിന്നെ എൻ്റെ 2000 SSLC ബാച്ചിൻ്റെ ഒരു പള്ളിക്കൂടം വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞപ്പോൾ അവരുടെ അംഗങ്ങൾ വന്നിട്ട് കുറച്ച് തൈകൾ അവർ കൊണ്ടുപോയി. പിന്നെ റെസിഡൻസ് ഏകോപന സമിതിയിൽ അവിടുന്ന് അസോസിയേഷൻ ആൾ വന്നിട്ട് കൊണ്ടുപോയി. ഇത് മാതൃഭൂമി സീഡ് ഏറ്റെടുത്തു. ഈ ഞാൻ ഒക്കെ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ട് മണ്ണിൽ ചകിരിച്ചോറും ചാണകവും ഒക്കെ വെക്കും. അപ്പോൾ അമ്മ വരുമ്പം അമ്മ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. എന്നിട്ട് ഈ കവറിലൊക്കെ ആക്കിയിട്ട് ചെടിയൊക്കെ നടും. എന്നിട്ട് ഈ സൈഡിൽ അമ്മ പറഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടുവയ്ക്കും ചെടി നട്ടിട്ട്. പിന്നെ രാവിലെയും വൈകിട്ടൊക്കെ വെള്ളം ഒഴിക്കും. പിന്നീട് തോന്നി ഈ മരങ്ങൾ ഈ സ്ഥലമുള്ളിടത്ത് ആളുകളുടെ അടുത്തേക്ക് ഇത് കൂടുതൽ എത്തിക്കണം. അപ്പോൾ അവിടെ മരങ്ങൾ ഇത് തഴച്ചു വളരട്ടെ. ഒരുപക്ഷെ ഇവിടുന്ന് നശിച്ചു പോകുന്ന മരങ്ങളെ ഞങ്ങൾ വളരാനുള്ളൊരു സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കും എത്തിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ ഫോറസ്ട്രിയുടെ ഒരു പ്രധാന ഘടകവും അത് തന്നെയാണ്. നമ്മുടെ ഈ വനവൽക്കരണം വളരെ അത്യാവശ്യമായി മാറുന്നൊരു സന്ദർഭമാണിത്. ഇൻഡസ്ട്രിയൽ പർപ്പസിനും വീട് വയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഹൈവേ ഡെവലപ്മെൻറ്റിനും ഒക്കെ ധാരാളം മരങ്ങൾ മുറിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും മരങ്ങൾ മുറിച്ചു പോകുമ്പോൾ അതിന് ബദലായിട്ട് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നത് കുറവാണ്. ശരിക്കും പറഞ്ഞാൽ അതിനുള്ള പദ്ധതികളും കുറവാണ്. അപ്പോൾ സോഷ്യൽ ഫോറസ്ട്രി അവിടെയാണ് അതിൻ്റെ പ്രാധാന്യം അർഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഓരോരുത്തരും നമ്മുടെ ഒരു പൗരൻ്റെ കടമ എന്നുള്ള നിലയ്ക്ക് ഈ വനവൽക്കരണം ഒരു ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയില്ലെങ്കിൽ വരും തലമുറയ്ക്ക് അതൊരു വലിയ ദോഷമാവും അല്ലെങ്കിൽ നഷ്ടമാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരുപക്ഷെ ഞാനും എൻ്റെ ഈ ഒരു വികാരം മക്കളിലൂടെ അത് പകർത്തിയെടുക്കുക, വരും തലമുറയിൽ അവരും അത് ഒരു മെസ്സേജായിട്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നൊരു തൈ നടാം നാളത്തെ ശ്വാസമായി, ഇന്നൊരു തൈ നടാം നാളത്തെ ജീവനായി. പൊള്ളുന്ന വെയിലിലെ മണ്ണിനു വേണ്ടിയും നാളെ പിറക്കുമാ മക്കൾക്കു വേണ്ടിയും ഇന്നൊരു തൈ നടാം നാളത്തെ ശ്വാസമായി. ഇന്നൊരു തൈ നടാം നാളത്തെ ശ്വാസമായി, ഇന്നൊരു തൈ നടാം നാളത്തെ ജീവനായി. പൊള്ളുന്ന വെയിലിലെ മണ്ണിനു വേണ്ടിയും നാളെ പിറക്കുമാ മക്കൾക്കു വേണ്ടിയും ഇന്നൊരു തൈ നടാം നാളത്തെ ശ്വാസമായി. കോവിഡ് തീർത്ത പ്രതിസന്ധിയെ കൂട്ടായ്മയിലൂടെ നേരിടാനൊരുങ്ങുകയാണ് ചേലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ പള്ളിക്കൂടം വാട്സപ്പ് കൂട്ടായ്മ.
രാമനാട്ടുകരയിലെ സമന്വയം റെസിഡൻസ് അസോസിയേഷനിൽ പരിസ്ഥിതി ദിനത്തിൽ വിതരണം ചെയ്യാനായി വൃക്ഷത്തൈകൾ തയ്യാറാക്കി കാത്തിരിക്കുകയായിരുന്നു റെമിനയും കുടുംബവും. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ റെമിനയുടെ ഭർത്താവ് ബാബു പട്ടത്താനവും മക്കളായ ശ്രീദേവ് പട്ടത്താനവും ശ്രീയ പട്ടത്താനവും എന്തിനും ഏതിനും കൂട്ടായി റെമിനയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ അവിചാരിതമായി കടന്നുവന്ന കോവിഡ് മഹാമാരിയും ലോക്ക്ഡൌണുമൊക്കെ അവരുടെ പദ്ധതി തകർത്തു കളഞ്ഞു. വിഷയം താൻ പഠിച്ച ചെലേമ്പ്ര നാരായണൻ നായർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ പള്ളിക്കൂടം കൂട്ടായ്മയിൽ അവതരിപ്പിച്ചപ്പോൾ പഴയ സഹപാഠികൾ രണ്ടും കൽപ്പിച്ച വിഷയം ഏറ്റെടുത്തു. വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ വീടുകളിൽ മഹാഗണി തൈകൾ അവർ എത്തിച്ചു നൽകി. അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന കൂട്ടായ്മയിൽ അംഗമായ ആബിദ് നാടകശ്ശേരിക്ക് വൃക്ഷത്തൈ നൽകി വാട്സപ്പ് കൂട്ടായ്മയുടെ കോർഡിനേറ്റർ സുശാന്ത് വൃക്ഷത്തൈ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. ലിജി, അനൂപ്, ഹാരിസ്, കോയ, പ്രജിത എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കൂട്ടായ്മയുടെ ഈ സത്പ്രവൃത്തി. എന്തായാലും കോവിഡ് പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ ആഗ്രഹം സഫലമായ സന്തോഷത്തിലാണ് റെമിനയും കുടുംബവും. ഇന്നൊരു തൈ നടാം നാളത്തെ ജീവനായി. പൊള്ളുന്ന വെയിലിലെ മണ്ണിനു വേണ്ടിയും നാളെ പിറക്കുമാ മക്കൾക്കു വേണ്ടിയും ഇന്നൊരു തൈ നടാം നാളത്തെ ശ്വാസമായി. ഒരു തൈ നടാം നമുക്കമ്മ. ലോക പരിസ്ഥിതി ദിനത്തിൽ ചെടികൾ നടുന്നതും അതിന്റെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതും പുതുമയുള്ള കാര്യമല്ല. ജൂൺ 5 മുള പൊട്ടുകയും അധികം വൈകാതെ കരിഞ്ഞു പോവുകയും ചെയ്യുന്ന പ്രകൃതി സ്നേഹം നമ്മൾ എല്ലാ വർഷവും കാണുന്നതാണ്. തൈ നടാം നല്ല നാളേക്കു വേണ്ടി. എന്നാൽ ചെടികൾ നട്ടു വളർത്തുകയും അതിനെ കൃത്യമായി പരിപാലനം ചെയ്യുകയും ചെയ്യുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട്. അത്തരമൊരു പ്രകൃതി സ്നേഹിയാണ് രാമനാട്ടുകര നഗരസഭയിൽ താമസിക്കുന്ന റെമിന. പരിസ്ഥിതി വിഷയങ്ങളിൽ കൃത്യമായി നിലപാട് സ്വീകരിക്കുന്ന കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളാണെങ്കിലും വൃക്ഷത്തൈകൾ നട്ടുവളർത്തുന്നത് ജീവിതത്തിന്റെ ഭാഗമാക്കി തുടങ്ങിയത് അവിചാരിതമായി നടന്ന വാഹനാപകടത്തെ തുടർന്നാണെന്ന് റെമിന പറയുന്നു. ആരോഗ്യ പ്രശ്നങ്ങളും വേദനയും ഒക്കെ മറക്കാൻ പ്രകൃതിയെ ആശ്രയിക്കുകയായിരുന്നു റെമിന. റെമിന എല്ലാ വർഷവും തങ്ങളുടെ വീട്ടിൽ വളർത്തിയ തൈകൾ റെസിഡൻസ് അസോസിയേഷനിലെ വീടുകളിലും കൂട്ടുകാർക്കുമെല്ലാം സൗജന്യമായി നൽകി വരുന്നുണ്ട്. 700-ലധികം തൈകൾ മാതൃഭൂമി സീഡും റെസിഡൻസ് ഏകോപന സമിതിയും നേരത്തെ ഏറ്റെടുത്തിരുന്നു. റെമിനയുടെ താൽപര്യം മനസ്സിലാക്കിയ സ്കൂൾ തലത്തിൽ കൂടെ പിടിച്ച കൂട്ടുകാർ കഴിഞ്ഞ വർഷം മുൻകൈയെടുത്ത് വിപുലമായ പരിപാടികൾ നടത്തുകയും ചെയ്തു. ഇത്തവണ കോഴിക്കോട് ജില്ലയിലെ LSS വിദ്യാർത്ഥികളുടെ പരിശീലന കളരിയായ കുട്ടിക്കൂട്ടത്തിലെ കൂട്ടുകാർക്കാണ് തൈകൾ നൽകിയത്. അവർ ഓരോരുത്തരും പരിസ്ഥിതി ദിനമായ ഇന്ന് അവരുടെ വീടുകളിൽ തൈകൾ നട്ട് പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമാകും. റെമിനയുടെ പ്രവർത്തനങ്ങൾക്ക് കട്ട സപ്പോർട്ട് നൽകുന്നത് ഭർത്താവ് ബാബു പട്ടത്താനവും മക്കളായ ശ്രീദേവ് പട്ടത്താനവും ശ്രീയ പട്ടത്താനവുമാണ്. എറണാകുളത്ത് സ്വകാര്യ സ്ഥാപനത്തിലെ ഈഗലൈസറാണ് ബാബു പട്ടത്താനം. അറിയപ്പെടുന്ന കലാകാരൻ കൂടിയായ ബാബു കവിയും നടനും കൂടിയാണ്. തൈകൾ ആവശ്യമുള്ളവർക്ക് എത്തിച്ചു നൽകാനായി വീടിനടുത്തായി വിസ്മയ ഗാർഡൻ ഇവരുടെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചു വരുന്നു. റീന, കനൂജ എന്നിവർ ഗാർഡന്റെ പ്രവർത്തനങ്ങൾക്ക് റെമിനയ്ക്ക് സഹായമായി കൂടെയുണ്ട്. നിരവധി ചെടികൾ ഓരോ വർഷവും നടുന്നുണ്ടാകാം. അതിൽ പകുതി പോലും. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി. ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി. ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.
ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇതു പ്രാണവായുവിനായി നടുന്നു, ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. അന്നു ഞാൻ പാകിയ വിത്തിതായിന്നിപ്പോൾ പൊൻകനി നൽകി ചിരി പൊഴിക്കുന്നു. അന്നു ഞാൻ പാകിയ വിത്തിതായിന്നിപ്പോൾ പൊൻകനി നൽകി ചിരി പൊഴിക്കുന്നു. വിത്തു കിളിർത്തതും പൊന്നാമ്പുയർന്നതും ഇന്നലെ എന്നോർമ്മ ഓടിയെത്തി. വിത്തു കിളിർത്തതും പൊന്നാമ്പുയർന്നതും ഇന്നലെ എന്നോർമ്മ ഓടിയെത്തി. കാലമാം മാന്ത്രിക ജാലത്തിൻ തണ്ടില പൊന്നാമ്പുയർന്നിപ്പോൾ പന്തലിച്ചു. കാലമാം മാന്ത്രിക ജാലത്തിൻ തണ്ടില പൊന്നാമ്പുയർന്നിപ്പോൾ പന്തലിച്ചു. പച്ചിലത്തോരണം ചാർത്തിയ ചില്ലയിൽ പൂക്കളായി കനികൾക്ക് പ്രാണനേകി. പച്ചിലത്തോരണം ചാർത്തിയ ചില്ലയിൽ പൂക്കളായി കനികൾക്ക് പ്രാണനേകി. സ്വർണ്ണ നിറം തൂകി നിന്നൊരാ കനി കണ്ട് അണ്ണാറ കണ്ണന്മാർ പുഞ്ചിരിച്ചു. സ്വർണ്ണ നിറം തൂകി നിന്നൊരാ കനി കണ്ട് അണ്ണാറ കണ്ണന്മാർ പുഞ്ചിരിച്ചു. എല്ലാം അറിഞ്ഞൊരാ പൂങ്കുയിൽ ആമരച്ചില്ലയിൽ ചാഞ്ചാടി പാട്ടുപാടി. എല്ലാം അറിഞ്ഞൊരാ പൂങ്കുയിൽ ആമരച്ചില്ലയിൽ ചാഞ്ചാടി പാട്ടുപാടി. പൂങ്കുയിൽ പാട്ടിന്റെ മധുരം നുകർന്നൊരാ ശലഭങ്ങൾ കൂട്ടമായി തേന്നുകർന്നു. പൂങ്കുയിൽ പാട്ടിന്റെ മധുരം നുകർന്നൊരാ ശലഭങ്ങൾ ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തടൽ നൽകി നമ്മളെ
വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്കണം. അന്നമായി വായുവായി നമ്മളെ കാക്കുന്ന തരുനിരകളെ തൊട്ടു വന്ദിക്കണം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. ഭൂമിക്കു പച്ചപ്പുതപ്പേകി നിൽക്കുന്ന സസ്യങ്ങളെ തൊഴുക നിത്യവും നാം. അമ്മത്തണൽ നൽകി നമ്മളെ കാക്കുന്ന വൃക്ഷങ്ങളെ തൊഴുക നിത്യവും നാം. അന്നു ഞാൻ പാകിയ വിത്തിതായിന്നിപ്പോൾ പൊൻകനി നൽകി ചിരി പൊഴിക്കുന്നു. അന്നു ഞാൻ പാകിയ വിത്തിതായിന്നിപ്പോൾ പൊൻകനി നൽകി ചിരി പൊഴിക്കുന്നു. വിത്തു കിളിർത്തതും പൊന്നാമ്പുയർന്നതും ഇന്നലെ എന്നോർമ്മ ഓടിയെത്തി. വിത്തു കിളിർത്തതും പൊന്നാമ്പുയർന്നതും ഇന്നലെ എന്നോർമ്മ ഓടിയെത്തി. കാലമാം മാന്ത്രിക ജാലത്തിൻ തണ്ടില പൊന്നാമ്പുയർന്നിപ്പോൾ പന്തലിച്ചു. കാലമാം മാന്ത്രിക ജാലത്തിൻ തണ്ടില പൊന്നാമ്പുയർന്നിപ്പോൾ പന്തലിച്ചു. പച്ചിലത്തോരണം ചാർത്തിയ ചില്ലയിൽ പൂക്കളായി കനികൾക്ക് പ്രാണനേകി. പച്ചിലത്തോരണം ചാർത്തിയ ചില്ലയിൽ പൂക്കളായി കനികൾക്ക് പ്രാണനേകി. സ്വർണ്ണ നിറം തൂകി നിന്നൊരാ കനി കണ്ട് അണ്ണാറ കണ്ണന്മാർ പുഞ്ചിരിച്ചു. സ്വർണ്ണ നിറം തൂകി നിന്നൊരാ കനി കണ്ട് അണ്ണാറ കണ്ണന്മാർ പുഞ്ചിരിച്ചു. എല്ലാം അറിഞ്ഞൊരാ പൂങ്കുയിൽ ആമരച്ചില്ലയിൽ ചാഞ്ചാടി പാട്ടുപാടി. എല്ലാം അറിഞ്ഞൊരാ പൂങ്കുയിൽ ആമരച്ചില്ലയിൽ ചാഞ്ചാടി പാട്ടുപാടി. പൂങ്കുയിൽ പാട്ടിന്റെ മധുരം നുകർന്നൊര ശലഭങ്ങൾ കൂട്ടമായി തേന്നുകർന്നു. പൂങ്കുയിൽ പാട്ടിന്റെ മധുരം നുകർന്നൊര ശലഭങ്ങൾ കൂട്ടമായി തേന്നുകർന്നു. കാടും മേടും എത്ര നാളേക്കോ ഇനി എത്ര നാളേക്കോ
നീ കാണും കാടും മേടും എത്ര നാളേക്കോ ഇനി എത്ര നാളേക്കോ നാം ഇന്നു കളയുന്നോരോ തുള്ളിയും എത്ര നാളേക്കോ ഇനി എത്ര നാളേക്കോ നീ കാണും കാടും മേടും എത്ര നാളേക്കോ ഇനി എത്ര നാളേക്കോ ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.